ഹായ് വേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർഡ് അറിവ്. 90s നോക്കുകയാണെങ്കിൽ ആ ഒരു സ്പോർട്സ് ബൈക്കുകളുടെ കോമ്പറ്റീഷൻ ശരിക്കും നിലനിന്നിരുന്നത് ആ ഒരു 600cc കാറ്റഗറിയിലായിരുന്നു. 600cc ഇൻലൈൻ 4 എഞ്ചിനുള്ള വണ്ടികൾ തമ്മിലായിരുന്നു ആ സമയത്ത് ശരിക്കും ആ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നത്. ലിറ്റർ ക്ലാസ് സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ കവാസാക്കിയും ഹോണ്ടയ്ക്കും യമഹയ്ക്കും സുസുക്കിക്കും എല്ലാത്തിനും സ്പോർട്സ് ബൈക്കുകൾ ഉണ്ടായിരുന്നു. എല്ലാം ഏതാണ്ട് ഒരേപോലെ തന്നെയാണ് ഡിസൈൻ വന്നിരുന്നത്. ആ ഒരു 90s ആ ഒരു ടിപ്പിക്കൽ ഡിസൈൻ. നമ്മുടെ യമഹയ്ക്കും അങ്ങനെ ഒരു വണ്ടി ഉണ്ടായിരുന്നു. അതായിരുന്നു അവരുടെ YCF 1000 എന്ന് പറഞ്ഞ ആ ഒരു ലിറ്റർ ക്ലാസ് സ്പോർട്സ് ബൈക്ക്. അങ്ങനെ ആ ഒരു ലിറ്റർ ക്ലാസ് സെഗ്മെൻറ്റിൽ ഒരു മാറ്റം കൊണ്ടുവരണമെന്ന് നമ്മുടെ യമഹ തീരുമാനിച്ചു. അങ്ങനെയാണ് 98 യമഹ പുതിയൊരു റെഡും വൈറ്റും കളറിലെ ഒരു ബൈക്ക് കൊണ്ടുവരുന്നത്. ആ ബൈക്ക് നോക്കുകയാണെങ്കിൽ അതുവരെ കണ്ട ബൈക്കുകളൊക്കെയും ഫ്യൂച്ചറിസ്റ്റിക് ആയ ഒരു ഡിസൈനായിരുന്നു കൊടുത്തിരുന്നത്. വളരെ അട്രാക്റ്റീവായ, വളരെ ഫ്യൂച്ചറിസ്റ്റിക്കായ, വളരെ എയറോഡൈനമിക് ആയ ഒരു ഡിസൈനാണ് ആ വണ്ടി കിട്ടിയിരുന്നത്. അതുവരെ കണ്ട ബൈക്കുകളുടെ നോക്കുകയാണെങ്കിൽ ഒരു 10 വർഷം മുമ്പോട്ട് പോയ പോലത്തെ ഡിസൈനായിരുന്നു യമഹ കൊടുത്തത്. അത്രയ്ക്ക് അഡ്വാൻസ്ഡ് ആയിരുന്നു ആ ഒരു വണ്ടി ആ സമയത്ത്. അതിൻ്റെ എഞ്ചിനും ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അതും ശരിക്കും അഡ്വാൻസ്ഡ് ആയിരുന്നു. ഇതിൻ്റെ ഗിയർ ബോക്സും ഇതിൻ്റെ എഞ്ചിനും ഇതിൻ്റെ ഫ്രെയിമും എല്ലാം വളരെ ഡിഫറൻ്റ് ആയിരുന്നു. അതുവരെ നമ്മൾ സ്പോർട്സ് ബൈക്ക് എന്ന് പറഞ്ഞ് കണ്ടിരുന്ന ആ ഒരു കൺവെൻഷൻ ആയിട്ടുള്ള രീതിക്ക് തന്നെ മാറ്റം കൊണ്ടുവന്നത് നമ്മുടെ യമഹയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ആ ഒരു മോഡേൺ സ്പോർട്സ് ബൈക്കുകളൊക്കെ തുടക്കം കുറിച്ച് തന്നെ യമഹയുടെ ഈ ഒരു R1 എന്ന് പറയാം. അത്രയ്ക്ക് അഡ്വാൻസ്ഡ് ആയിരുന്നു അതിൻ്റെ ലുക്കും അതിൻ്റെ ഓരോ കാര്യങ്ങളും. വേൾഡിൽ തന്നെ ഫസ്റ്റ് ആയിട്ടുള്ള വെർട്ടിക്കലി സ്റ്റാക്കഡ് ഗിയർ ബോക്സ് ഈ വണ്ടിയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫ്രെയിമിലും എഞ്ചിനിലൊക്കെ ഒരുപാട് ഒതുക്കം കിട്ടി. വണ്ടി കുറച്ചുകൂടെ ലൈറ്റ് ആക്കാൻ പറ്റി. പിന്നെ ആ ഒരു ഫ്രെയിമിലൊക്കെ ഒരുപാട് സ്പേസ് ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു സിംഗാം നോക്കുകയാണെങ്കിൽ നല്ലപോലെ തന്നെ നീളമുള്ള സിംഗാമാണ്. അതായത് വണ്ടിയുടെ വീൽ ബേസ് വല്ലാണ്ട് കൂട്ടാണ്ട് തന്നെ അവർക്ക് ആ ഒരു സിംഗാമിൻ്റെ നീളം കൂട്ടാൻ കഴിഞ്ഞു. അതുകൊണ്ട് വണ്ടിക്ക് നല്ലപോലെ തന്നെ ഗ്രിപ്പും കിട്ടുന്നുണ്ട്. വണ്ടി വളരെ ലൈറ്റ് വെയ്റ്റുമാണ്, നല്ലപോലെ തന്നെ പവർഫുള്ളുമാണ്. ആ സമയത്ത് നോക്കുകയാണെങ്കിൽ വണ്ടിക്ക് വെറും 174 കിലോഗ്രാമോളം മാത്രമേ ഡ്രൈവ് വെയിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. പവർ നോക്കുകയാണെങ്കിൽ 150 HP പവറും ഉണ്ടായിരുന്നു. 150 HP-യും 174 കിലോഗ്രാം വെയിറ്റും, അതും 98-ലാന്ന് ഓർക്കണം. അതുകൊണ്ട് നല്ലപോലെ തന്നെ പവർ ടു വെയിറ്റ് റേഷ്യോ ആണ് ഈ വണ്ടിക്ക് കിട്ടിയത്. ആ സമയത്ത് ഇലക്ട്രോണിക്സും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് വളരെ ബ്രൂട്ടലായ, ഓടിക്കുന്നവരെ പേടിപ്പെടുത്തുന്ന ഒരു സ്പോർട്സ് ബൈക്കായിരുന്നു ഈ ഒരു R1 എന്ന് പറയുന്നത്. പക്ഷേ ഇത്രയും ബ്രൂട്ടലായിട്ടുള്ള പവർ ഡെലിവറി ആയിരുന്നെങ്കിലും ആ ഒരു സിംഗാമിന് നീളമുള്ളതുകൊണ്ട് തന്നെ നല്ലപോലെ തന്നെ ഗ്രിപ്പും ട്രാക്കിൽ ഈ വണ്ടി വന്നായിരുന്നു. ട്രാക്കിൽ നോക്കുകയാണെങ്കിൽ ആ ടൈമിലുണ്ടായിരുന്ന കവാസാക്കിയുടെ ZX 9R-നെക്കാളും ഹോണ്ടയുടെ ഫയർ ബ്ലേഡിനെക്കാളൊക്കെ ഒരുപാട് മുമ്പിലായിരുന്നു നമ്മുടെ യമഹയുടെ R1. ഇനി ടോപ്പ് സ്പീഡ് നോക്കുകയാണെങ്കിൽ 269 km/h ആയിരുന്നു ആ സമയത്ത് ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത്. ഈ വണ്ടി ഇറങ്ങിയ സമയത്ത് ആ ഒരു ക്രോസ് പ്ലെയിൻ സൗണ്ടൊന്നും അല്ലായിരുന്നു. കാരണം ആദ്യമേ അതിൻ്റെ ക്രാങ്കൊന്നും ആ ഒരു ക്രോസ് പ്ലെയിൻ ഒന്നും അല്ലായിരുന്നു. പിന്നീടാണ് അവന് അപ്ഡേഷൻ കൊടുത്തപ്പോഴാണ് ആ ഒരു ക്രോസ് പ്ലെയിൻ സൗണ്ട് ആക്കി കിട്ടിയത്. ആദ്യമേ നോക്കുകയാണെങ്കിൽ സാധാരണ ഒരു ഇൻലൈൻ 4 സൗണ്ട് തന്നെയാണ് ഇത് ഉണ്ടായിക്കൊണ്ടിരുന്നത്. 2000 ആയപ്പോഴത്തേക്കും ഇതിലൊരു മേജർ അപ്ഡേറ്റ്സ് വന്നു. മേജർ അപ്ഡേറ്റ് എന്ന് പറയുകയാണെങ്കിൽ വണ്ടിയിൽ ഏകദേശം 150ഓളം പാർട്സിന് മാറ്റം വന്നെന്നാണ് യമഹ പറയുന്നത്. അതും എഞ്ചിനകത്തും ഫ്രെയിമിലൊക്കെ ഒരുപാട് മാറ്റം വന്നു. എഞ്ചിൻ കുറച്ചുകൂടെ റിഫൈൻഡ് ആക്കി. കാരണം ആദ്യത്തെ വണ്ടി ശരിക്കും ബ്രൂട്ടലായ ഒരു പവർ ഡെലിവറി ഒക്കെ ആയിരുന്നു. അത് കുറച്ചുകൂടെ അവർ മയപ്പെടുത്തി. അത്രയ്ക്ക് പെർഫോമൻസ് ആയിരുന്നു. ആ ഒരു പെർഫോമൻസ് ഒന്ന് മയപ്പെടുത്തി എന്ന് പറയാം. അതേപോലെ തന്നെ ഫ്രെയിമൊക്കെ അവർ നല്ലപോലെ തന്നെ സ്റ്റിഫറാക്കി. ഗിയർ ബോക്സിൽ അവർ മാറ്റം കൊണ്ടുവന്നു. പിന്നെ വണ്ടി കുറച്ചുകൂടെ ലൈറ്ററാക്കി. പിന്നെ വണ്ടിയുടെ ഡിസൈനിലും അവർ കുറച്ച് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തായിരുന്നു. സസ്പെൻഷനിലും അവർ മാറ്റം കൊണ്ടുവന്നു. അങ്ങനെ വളരെ മേജറായ ഒരു അപ്ഡേഷനാണ് 2000 മോഡൽ യമഹ R1 കിട്ടിയത്. പക്ഷേ അപ്പോഴും യമഹ R1 മാരകമായ ഒരു ട്രാക്ക് വെപ്പൺ തന്നെയായിരുന്നു. 2002 ഇതിൻ്റെ സെക്കൻഡ് ജനറേഷൻ അവർ കൊണ്ടുവന്നു. സെക്കൻഡ് ജനറേഷൻ നോക്കിയാലും എല്ലാത്തിലും ഒരുപാട് മാറ്റം ഉണ്ടായിരുന്നു. വണ്ടിയുടെ എഞ്ചിനിലും ഫ്രെയിമിലും ലുക്കിലും അങ്ങനെ മൊത്തത്തിൽ മാറ്റം ഉണ്ടായിരുന്നു. എഞ്ചിൻ നോക്കുകയാണെങ്കിൽ പുതിയൊരു ഫ്യൂൽ ഇഞ്ചക്റ്റഡ് എഞ്ചിനാണ് വന്നത്. ഫ്യൂൽ ഇഞ്ചക്ഷൻ ആദ്യമായിട്ട് വരുന്നത് ഈ ഒരു സെക്കൻഡ് ജനറേഷനാണ്. പിന്നെ ഫ്രെയിം നോക്കുകയാണെങ്കിൽ ഇതിൽ പുതിയൊരു ഡെൽറ്റ ബോക്സ് ഫ്രെയിമാണ് അവർ കൊടുത്തത്. സസ്പെൻഷനിലും അപ്ഗ്രേഡ് ഉണ്ടായിരുന്നു. ലുക്ക് നോക്കുകയാണെങ്കിൽ ലുക്കിലും ഒരുപാട് മാറ്റം ഉണ്ടായിരുന്നു. പക്ഷേ ഈ വണ്ടിയുടെ ആ ഒരു ഫോക്കസ് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സോഫ്റ്റ് ട്രാക്കാണ് യമഹ നോക്കിയത്. അതായത് ആ ഒരു ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് ശരിക്കും അഗ്രസീവായ ഒരു ട്രാക്ക് വണ്ടിയാണ്. ശരിക്കും ആ ഒരു റോ പവർ കിട്ടുന്ന ഒരു വണ്ടിയായിരുന്നു ആ ഒരു ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ജനറേഷൻ റോഡിൽ കൂടെ കുറച്ചുകൂടെ നല്ലപോലെ ആ ഒരു റോഡിൽ ഓടിക്കാനും അത്യാവശ്യം സോഫ്റ്റ് ആയ ഒരു വണ്ടി, ട്രാക്കിൽ പോകണമെങ്കിൽ നല്ല മാരകമായ ഒരു പെർഫോമൻസ് തരണം. അങ്ങനെ ഒരു വണ്ടിയായിട്ടാണ് യമഹ കൊണ്ടുവന്നിരുന്നത്. ഇതിൻ്റെ ആ ഒരു പവർ നോക്കുകയാണെങ്കിൽ ഏകദേശം 152 HP-യോളം പവർ ഉണ്ടായിരുന്നു. ഡ്രൈവ് വെയിറ്റ് എന്ന് പറയുന്നത് വെറും 174 കിലോഗ്രാം മാത്രമായിരുന്നു. സെക്കൻഡ് ജനറേഷനും അത്യാവശ്യം മാർക്കറ്റിൽ നല്ലപോലെ സക്സസ് ആയ ഒരു വണ്ടിയാണ്. അപ്പോഴും നമ്മുടെ യമഹ R1 ആ ഒരു ലിറ്റർ ക്ലാസ് ജാപ്പനീസ് ബൈക്കുകളുടെ മുമ്പിൽ ഡോമിനേറ്റ് ചെയ്തു തന്നെ നിന്നു.
അത് കഴിഞ്ഞ് 2004 ആയപ്പോഴത്തേക്കും തേർഡ് ജനറേഷൻ യമഹ R1 കൊണ്ടുവന്നു. ആ ഒരു വണ്ടി നോക്കുകയാണെങ്കിൽ ആ സമയത്ത് ഏറ്റവും ഫ്യൂച്ചറിസ്റ്റിക്കായ ഏറ്റവും മനോഹരമായ ഒരു ലിറ്റർ ക്ലാസ് ബൈക്കായിരുന്നു. ആ സമയത്ത് മാത്രമല്ല ഇപ്പോൾ നോക്കിയാലും ഏറ്റവും മാരക ലുക്കുള്ള ഒരു സ്പോർട്സ് ബൈക്ക് എന്നൊക്കെ അതിനെ വിളിക്കാൻ പറ്റും. അത്രയ്ക്ക് അഗ്രസീവായ അത്രയ്ക്ക് ഫ്യൂച്ചറിസ്റ്റിക്കായ ലുക്കായിരുന്നു ആ സമയത്ത് R1 കിട്ടിയിരുന്നത് 2004 R1. അതിൻ്റെ എക്സോസ്റ്റൊക്കെ നോക്കുകയാണെങ്കിൽ സീറ്റിനടിയിൽ നിന്ന് വന്നിരുന്ന സീറ്റിനടിയിൽ നിന്ന് ആ ഒരു ട്വിൻ എക്സോസ്റ്റൊക്കെയാണ് അന്ന് കൊടുത്തിരുന്നത്. അതിനു മുമ്പ് ഒരു സൈഡിലായിരുന്നു. ഈ ഒരു 2004 R1 ആ ഒരു സീറ്റിനടിയിലേക്ക് ആ ട്വിൻ എക്സോസ്റ്റുകൾ വന്നത്. അതൊക്കെ വളരെ മനോഹരമായ വളരെ അഗ്രസീവായ ലുക്കാണ് ആ വണ്ടിക്ക് കൊടുത്തത്. എല്ലാം ടോപ്പ് നോച്ച് സാധനങ്ങളാണ്. ക്വാളിറ്റിയിലായാലും അതിൻ്റെ ആ ഒരു ലുക്കിലായാലും എല്ലാത്തിലും അതൊരു വേൾഡ് ക്ലാസ് നിലവാരത്തിൽ വന്നൊരു R1 ആയിരുന്നു. പക്ഷേ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അത് ശകലം പിന്നോട്ട് പോയി. അത് ശരിക്കും സോഫ്റ്റ്വെയറായി. ആ ഒരു നമ്മൾ ഫസ്റ്റിലെ കണ്ട ആ ഒരു ശരിക്കും പെർഫോമൻസ് ഉള്ള അഗ്രസീവ് ആ ഒരു ബൈക്കിൽ നിന്ന് മാറി ഒരു സോഫ്റ്റ്വെയർ ആയ ഒരു സ്പോർട്സ് ബൈക്കായിട്ട് R1 പയ്യെ മാറിയായിരുന്നു. ഒരുപക്ഷെ ആദ്യമേ കണ്ട ബൈക്കിന് അത്രയും പെർഫോമൻസ് ഉള്ളതുകൊണ്ടായിരിക്കും പിന്നീട് വന്ന ബൈക്കുകൾക്ക് കുറച്ച് പെർഫോമൻസ് കുറഞ്ഞപ്പോൾ നമുക്ക് ഒരുപാട് പവർ കുറഞ്ഞപ്പോൾ തോന്നിയത്. പിന്നെ ആ ടൈമിൽ നോക്കുകയാണെങ്കിൽ ആ ടൈമിൽ GSR 1000 അതേപോലെ തന്നെ ZS 10R ശരിക്കും പവർഫുൾ ആയിരുന്നു. ശരിക്കും അഗ്രസീവായ ബൈക്കുകളാണ് സുസുക്കിയും കവാസാക്കിയും കൊടുത്തത്. അപ്പം അതിൻ്റെ മുമ്പിൽ പിടിച്ച് വെക്കാനായിട്ട് ഈ ഒരു R1 പറ്റിയില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ അത്രയ്ക്ക് അങ്ങോട്ട് സക്സസ് ആകാത്ത ഒരു R1 ആയിരുന്നു R1 ആ ഒരു തേർഡ് ജെൻ എന്ന് പറയുന്നത് 2004 വന്ന മോഡൽ. പക്ഷേ യമഹ വെറുതെ ഇരുന്നില്ല. 2006 അവർ R1 ഒരു സ്പെഷ്യൽ എഡിഷൻ കൊണ്ടുവന്നു, R1 SP എന്ന് പറഞ്ഞ്. ഈ വണ്ടി നോക്കുകയാണെങ്കിൽ കറുത്ത കളറിൽ ഗോൾഡൻ കളർ റിമും ഗോൾഡൻ കളർ ഷോക്കൊക്കെ ആയിട്ട് വന്നത് വളരെ അട്രാക്റ്റീവായ ഒരു വണ്ടിയായിരുന്നു. ലുക്കിൽ മാത്രമല്ല ഇതിന് എഞ്ചിന് കൂടുതൽ പവർ ഉണ്ടായിരുന്നു. ഫ്രെയിം കുറച്ചുകൂടെ സ്റ്റിഫറായിരുന്നു. ഓഹിലിൻ്റെ സസ്പെൻഷനാണ് കൊടുത്തിരുന്നത്. അതേപോലെ തന്നെ സ്ലിപ്പർ കച്ചൊക്കെ ഇതിന് കൊടുത്തായിരുന്നു. ഇത് 500 യൂണിറ്റ് മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷേ മാരക ട്രാക്ക് വെപ്പണാണ്. ഒരു കളക്റ്റബിൾ ബൈക്കായിട്ട് ഇത് പയ്യെ മാറുകയായിരുന്നു. നമ്മുടെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ R15 ഈ ഒരു കളർ തീം കിട്ടിയിട്ടുണ്ട്. 2007 ആയപ്പോഴത്തേക്കും ഇതിൻ്റെ ആ ഒരു 4th ജനറേഷൻ കൊണ്ടുവന്നു. ലുക്കിലൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടായിരുന്നു. പുതിയൊരു ലുക്കായിരുന്നു വണ്ടിക്ക് കൊടുക്കുന്നത്. ഒരുപാട് പുതിയ മാറ്റങ്ങൾ വന്നു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ടെക്നോളജിയിലായിരുന്നു. ഫീച്ചേഴ്സിലും ടെക്നോളജിയിലൊക്കെ യമഹ നല്ലപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തു. ആ ടൈമിൽ തന്നെ ഈ വണ്ടിയിൽ റൈഡ് ബൈ വയർ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പുതിയൊരു 4 വാൽവ് എഞ്ചിനാണ് ഇതിന് കിട്ടുന്നത്. വണ്ടി കുറച്ച് റിഫൈൻഡ് ആയിരുന്നു. റോഡിലൊക്കെ ഓടിക്കാൻ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരുന്നു. പക്ഷേ ഈ ഒരു വണ്ടി ശരിക്കും ഡിസപ്പോയിൻ്റ് ആക്കിയ ഒരു വണ്ടിയാണ്. യമഹ ഫാൻസിന് ശരിക്കും ഡിസപ്പോയിൻമെൻ്റ് കൊടുത്തൊരു വണ്ടിയായിരുന്നു ഈ ഒരു 4th എന്ന് പറയുന്നത്. കാരണം ആ ഒരു റോ പവറും ആ ഒരു ട്രാക്കിൽ അഗ്രസീവ്നെസ്സൊന്നും ഈ ഒരു വണ്ടിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ അത്യാവശ്യം പരാജയപ്പെട്ടൊരു വണ്ടിയാണ് ഈ ഒരു 4th എന്ന് പറയുന്നത്. അങ്ങനെ ആദ്യം ഇറങ്ങിയ ആ ഒരു 2 ജനറേഷൻ്റെ ആ ഒരു ഡോമിനേഷനും ആ ഒരു റോ പവറൊന്നും പിന്നീട് ഇറങ്ങിയ ആ ഒരു 3rd ജനറേഷനും 4th ജനറേഷനും കിട്ടിയിരുന്നില്ല. യമഹ R1 എന്ന് പറഞ്ഞ ആ ഒരു വണ്ടി പയ്യെ മാർക്കറ്റിൽ ഡള്ളാകുന്നു. ആ ഒരു ZX 10R GSS 1000 ഫയർ ബ്ലേഡൊക്കെ ഉള്ള ആ ഒരു മാർക്കറ്റിൽ R1 പയ്യെ പിന്നോട്ട് പോകുന്നൊരവസ്ഥയായി. R1 അങ്ങനെ ആ ഒരു പഴയ ഫാൻ ബേസൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ 2009 ആയപ്പോഴത്തേക്കും യമഹ ഒരു R1 കൊണ്ടുവന്നു, 5th ജെൻ R1. ഈ 2009 ഇറങ്ങിയ 5th ജെൻ R1 കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മളോട് R1 എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഈ ഒരു 5th ജെൻ R1 ആയിരിക്കും. അതായത് ബാക്കിയുള്ള 3 കമ്പനികൾക്കും ഒരു പേടി സ്വപ്നമായിരുന്നു ഈ ഒരു 5th ജെൻ R1 എന്ന് പറയുന്നത്. യമഹ R1 ആ ഒരു നഷ്ടപ്പെട്ടു പോയ ആ ഒരു കിരീടം തിരിച്ചു പിടിക്കാൻ വന്ന വണ്ടിയായിരുന്നു ഈ ഒരു 5th ജെൻ R1. സോ 2009 വന്ന ആ ഒരു 5th ജനറേഷനെ കുറിച്ചും അത് കഴിഞ്ഞ് വരുന്ന മോഡലുകളെ കുറിച്ചും നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇതിനൊരു സെക്കൻഡ് പാർട്ടുണ്ട്. അതിലായിരിക്കും നമ്മൾ ആ വണ്ടികളെ കുറിച്ച് പറയുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം. This bike is born from MotoGP.